ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ ഛത്രു മേഖലയിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഭീകരർ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, എപ്പോഴാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? മുത്തി, ഇന്ന് രാവിലെയാണ് ഈ കിഷ്ത്വാർ ജില്ലയിലെ ഛത്രു എന്ന മേഖലയിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. രഹസ്യ വിവരം ലഭിച്ചു. അതിന് പിന്നാലെ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ചേർന്നാണ് ഈ ദൗത്യം ആരംഭിച്ചത്. അതിന് പിന്നാലെ ഇവർ ഈ ഛത്രു മേഖലയിലേക്ക് എത്തി ഭീകരരെ കണ്ടെത്തി അവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ള വിവരമാണ് അവസാന ഘട്ടത്തിലാണെങ്കിൽ പോലും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും അവർ നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എത്ര ഭീകരരുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഔദ്യോഗികമായിട്ടോ മറ്റ് വിശദീകരണമായിട്ടോ സൈന്യമോ ജമ്മു കാശ്മീർ പോലീസോ അറിയിച്ചിട്ടില്ല. വരും മണിക്കൂറുകളിൽ തന്നെയായിരിക്കും അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തായാലും ലഭ്യമാവുക. എന്തായാലും രണ്ടിൽ കൂടുതൽ ഭീകരർ അവിടെ ഉണ്ട് എന്നുള്ളൊരു സംശയമാണുള്ളത്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് രാവിലെ ഈ തിരച്ചിലും ഏറ്റുമുട്ടലും എല്ലാം തന്നെ ആരംഭിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ, അതായത് രഹസ്യ വിവരം എന്തായാലും സൈന്യത്തിന് ലഭിച്ചിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഈ തിരച്ചിൽ ഈ പറയുന്ന മേഖലയിൽ. ഛത്രു എന്ന് പറയുന്നത് ജനവാസമടക്കമുള്ള മേഖലയാണ്. അതിനപ്പുറത്തേക്ക് ഒരു വനമേഖല അടക്കമുണ്ട്. ഒരു പക്ഷേ ഭീകരർ വനമേഖലയിലേക്ക് കയറിയിരിക്കാം എന്നുള്ളൊരു നിഗമനം കൂടി ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഭീകരരെ കണ്ടെത്തി ഈ ഏറ്റുമുട്ടൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് സൈന്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി അർജുൻ.